ക്വസ്റ്റ്യൻ നമ്പർ 8 ചെയ്യാം. എളുപ്പമുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഈസ് നോട്ട് കറക്റ്റ്ലി റെപ്രസെൻറ്റഡ് എന്നാണ് പറയുന്നത്. മക്കളെ, ഞാൻ കുറേ തവണ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച പോയിന്റാണ്. നിങ്ങളുടെ കയ്യിൽ sp3 കാർബൺ ഉണ്ടോ? ഉണ്ട്. ഇതൊക്കെ sp3 ആണ്. ഇത് രണ്ട് sp2, ബാക്കിയെല്ലാം sp3 കാർബണാണ്. അങ്ങോട്ട് ഹാലജൻ ഗ്രൂപ്പും ലൈറ്റും ആഡ് ചെയ്ത റിയാക്ഷൻ്റെ പേരെന്താ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടുത്തെ എച്ച് റാഡിക്കൽ പോയിട്ട് ബ്രോമിൻ റാഡിക്കൽ വരും. എവിടുത്തെ എച്ച് റാഡിക്കലാണ് പോവുക? ഏറ്റവും നല്ല സ്റ്റേബിൾ കാർബൺ റാഡിക്കൽ തരുന്ന ഭാഗത്തുള്ള എച്ച് റാഡിക്കലാണ് പോവുക. മക്കളെ, കാർബൺ ഡബിൾ ബോണ്ട് കാർബണിന്റെ തൊട്ടടുത്തുള്ള ഈ കാർബണിന്റെ അടുത്തുനിന്ന് എച്ച് റാഡിക്കൽ പോയാൽ ഇവിടെ റാഡിക്കൽ വരും. ഇത് അല്ലൈലിക് റാഡിക്കല, സെക്കൻഡറി അല്ലൈലിക്കാണ്. ഇവിടെ എച്ച് ഉണ്ടാകും, കാരണം 3 ബോണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് 4ാമനായിട്ട് എച്ച് ഉണ്ടാകും. ഇവിടുത്തെ എച്ച് റാഡിക്കൽ പോലെ ഇവിടെ റാഡിക്കൽ വരും. ഇതും ഡബിൾ ബോണ്ടിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത റാഡിക്കൽ. ഇത് അല്ലൈലിക്കാണ്. അത് മാത്രമല്ല ടെർഷ്യറി അല്ലൈലിക്ക. ടെർഷ്യറി അല്ലൈലിക്ക മോർ സ്റ്റേബിൾ. അതുകൊണ്ട് ഇവിടുത്തെ എച്ച് റാഡിക്കൽ പോയിട്ട് അങ്ങോട്ട് ബ്രോമിൻ റാഡിക്കൽ വരിക ചെയ്യുക. അപ്പം അതാണ് പ്രൊഡക്റ്റ് ആയിട്ട് വരേണ്ടത്. അല്ലൈലിക് പൊസിഷനിലുള്ള എച്ച് റാഡിക്കൽ പോയിട്ട് അങ്ങോട്ട് ബ്രോമിൻ റാഡിക്കൽ വരും. അപ്പോൾ സെക്കൻഡറിയും പറ്റും, ടെർഷ്യറി മോർ സ്റ്റേബിൾ. അതുകൊണ്ട് ടെർഷ്യറി അല്ലൈലിക്കിലുള്ള എച്ച് റാഡിക്കൽ പോയിട്ട് ബ്രോമിൻ റാഡിക്കൽ വരിക ചെയ്യുക. ഇതാണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. അങ്ങനെയല്ല എഴുതി വെച്ചത്? അല്ല. അതുകൊണ്ട് ഇത് തെറ്റാ. ഏതാ തെറ്റ് എന്നാണ് ചോദ്യം. നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ഓപ്ഷൻ 1 ആണ് തെറ്റായിട്ട് വരിക. ഇതാണ് ആൻസർ വരിക. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ശരിയാ. നോക്കിക്കേ, ഇത് നമ്മുടെ ഏത് റിയാക്ഷനാ? സാൻഡമേർ റിയാക്ഷൻ അല്ലേ? ബെൻസീൻ ഡൈ അസോണിയം ക്ലോറൈഡിലോട്ട് Cu+1 HBr ആഡ് ചെയ്താൽ ബ്രോമോ ബെൻസീൻ കിട്ടും. സാൻഡമേർ റിയാക്ഷനാ. ഇതെന്താ? നമ്മൾ മുകളിൽ പറഞ്ഞ അതേ റിയാക്ഷനാ. ബെൻസീൻ ഇങ്ങനെ തൊട്ടടുത്തുള്ള കാർബൺ ബെൻസൈലിക് പൊസിഷനിൽ എച്ച് റാഡിക്കൽ പോയിട്ട് ബ്രോമിൻ റാഡിക്കൽ വരും. ശരിയാണ്. ഇത് പിന്നെ ബ്രോമിൻ എഫിയ, ലൂയിസ് ആസിഡ്, അത് ബ്രോമിനേഷനാണ്. ഇയാൾ ഒരു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അതുകൊണ്ട് ഇയാളുടെ ഓർത്തോ പൊസിഷനിലോട്ട് Br വരും, അല്ലെങ്കിൽ പാരയിലോട്ട് Br വരും. അതാണ് ഓർത്തോ പാര ബ്രോമോ ടോളുവിൻ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. തെറ്റേത്? ഓപ്ഷൻ 1 മാത്രമാണ് തെറ്റായിട്ട് വരിക. ഇത് ആക്ച്വലി എവിടുത്തെ ചോദ്യമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് ഹൈഡ്രോ കാർബണിൽ പഠിക്കുന്നുണ്ട്. മെയിനായിട്ടും ഹൈഡ്രോ കാർബണിലാണ് പഠിക്കുന്നത്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നുള്ള ടോപ്പിക് എന്നുള്ളൊരു ചോദ്യമാണിത് കേട്ടോ.